130 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള രാജസ്ഥാനിലെ ഒരു ചെറുനഗരമാണ് ഉദയ്പൂർ. എന്നാൽ 14 5 സ്റ്റാർ ഹോട്ടലുകൾ ഉൾപ്പെടെ 600ഓളം ഹോട്ടലുകൾ ഈ നഗരത്തിലുണ്ട്. എന്താണ് ഉദയ്പൂരിന്റെ പ്രത്യേകതയെന്ന് പറയാൻ ഇതിലും മികച്ച മറ്റൊരു കണക്കിന്റെ ആവശ്യമില്ല. ടൂറിസമാണ് ഈ നഗരത്തിന്റെ നട്ടെല്ല്. എവിടെയും ഒരു അന്താരാഷ്ട്ര നിലവാരം കാത്തു സൂക്ഷിക്കാൻ ഉദയ്പൂരിലെ ജനതയും ഭരണകൂടവും കഠിന പരിശ്രമം നടത്തുന്നുണ്ട്. ടൂറിസ്റ്റ് സെന്ററുകളെല്ലാം വളരെ വൃത്തിയോടെയും വെടിപ്പോടെയും ഇവർ കാത്തു സൂക്ഷിക്കുന്നു. പഴമയുടെ തനിമയും സൗന്ദര്യവും നഷ്ടമാവാതെ സൂക്ഷിക്കുന്ന ചരിത്ര സ്മാരകങ്ങൾ, വൃത്തിയോടെ നിലനിർത്തിയിട്ടുള്ള ജലാശയങ്ങൾ, ഉയർന്ന നിലവാരത്തിലുള്ള സേവനം, സൗമ്യരായ നഗരവാസികൾ. അങ്ങനെ ടൂറിസ്റ്റുകളെ, പ്രത്യേകിച്ച് വിദേശികളെ ആകർഷിക്കാൻ കഴിയുന്ന കേന്ദ്രമായി ഉദയ്പൂർ മാറിയിട്ടുണ്ട്. ടൂറിസം രംഗത്ത് കേരളത്തിനടക്കം ഇന്ത്യയിലെ എല്ലാ നഗരങ്ങൾക്കും ഉദയ്പൂർ ഒരു മാതൃകയാണെന്ന് ഇപ്പോൾ നിസ്സംശയം പറയാനാകും. ഉദയ്പൂരാണ് ഇന്ന് സിറ്റി ടൂറിലൂടെ നാം സന്ദർശിക്കുന്ന നഗരം. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ഉദയ്പൂർ നഗരത്തിലെ പ്രധാനപ്പെട്ട 7 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം സിറ്റി പാലസ്, തുടർന്ന് പിച്ചോള തടാകം, അടുത്തത് ലേക്ക് പാലസ് ഹോട്ടൽ, പിന്നെ ജഗ്മന്ദിർ പാലസ്, തുടർന്ന് ജഗദീഷ് ടെമ്പിൾ, പിന്നെ മൺസൂൺ പാലസ്, അവസാനമായി ശില്പഗ്രാം. ഉദയ്പൂരിലെ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനായ സിറ്റി പാലസ് ആണ് നമ്മുടെ ആദ്യ ഡെസ്റ്റിനേഷൻ. നഗരത്തിലെ ചെറിയ കുന്നിൽ പണികഴിപ്പിച്ചിട്ടുള്ള മനോഹര നിർമ്മിതി. മേവാർ രാജ്യം 400 വർഷത്തോളം ഭരിക്കപ്പെട്ടത് ഈ കൊട്ടാരത്തിൽ നിന്നായിരുന്നു. 16-ാം നൂറ്റാണ്ടിലാണ് ഇവിടെ ആദ്യമായി കൊട്ടാരം പണിയുന്നത്. പിന്നീട് ഓരോ കാലത്തും കൂട്ടിച്ചേർക്കലുകൾ നടത്തുകയും മോടി പിടിപ്പിക്കുകയും ചെയ്തു പോന്നു. നിലവിൽ 11 വ്യത്യസ്ത കൊട്ടാരങ്ങളുടെ സമുച്ചയമാണിത്. ലക്ഷറി ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും സുവനീർ ഷോപ്പുകളുമൊക്കെ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം നിയന്ത്രണം രാജകുടുംബാംഗങ്ങൾ ഉൾപ്പെടുന്ന ട്രസ്റ്റിനാണ്. രാജഭരണം അവസാനിച്ചെങ്കിലും ഇപ്പോഴും കൊട്ടാരത്തിന്റെ ഉടമകൾ രാജകുടുംബം തന്നെ. അവർ താമസിക്കുന്നതും കൊട്ടാരത്തിൽ തന്നെയാണ്. ടൂറിസത്തിലൂടെയും കൊട്ടാരം ചടങ്ങുകൾക്ക് വാടകയ്ക്ക് നൽകിയും നല്ല വരുമാനവും ഇവർ ഉണ്ടാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ചരിത്ര സ്മാരകത്തിൽ നിന്നും വരുമാനം കണ്ടെത്തി അതെങ്ങനെ സംരക്ഷിക്കാം എന്നതിന് നല്ലൊരു ഉദാഹരണം കൂടിയാകുന്നുണ്ട് സിറ്റി പാലസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊട്ടാരങ്ങളിൽ ഒന്നാണിത്. രാജസ്ഥാനി, മുഗൾ, യൂറോപ്യൻ, ചൈനീസ് വാസ്തുവിദ്യകൾ സമർത്ഥമായി കൂട്ടിയിണക്കിയിട്ടുള്ള ഡിസൈൻ സവിശേഷമാക്കുന്ന ബൃഹത് നിർമ്മിതി. മുഗൾ, രാജസ്ഥാനി ശൈലികളുടെ ഗാംഭീര്യമാണ് പുറം കാഴ്ചയിൽ ആകർഷകം. അലങ്കാര സമൃദ്ധമായ ബാൽക്കണികളും ജനാലകളുമൊക്കെ പ്രൗഢി വർദ്ധിപ്പിക്കുന്നു. ഉൾഭാഗത്തും അലങ്കാരങ്ങൾക്ക് കുറവൊന്നുമില്ല. മുറികൾക്ക് പുറമെ നടുമുറ്റങ്ങളും ഇടനാഴികളും തളങ്ങളും ഉൾഭാഗത്തുണ്ട്. ഓരോ നടുമുറ്റത്തിനും ഓരോ തീമുണ്ട്. ഉപയോഗവും വ്യത്യസ്തമായിരിക്കും.
രാജാവിന് വിശ്രമിക്കാനുള്ള നടുമുറ്റം, കുടുംബാംഗങ്ങൾക്ക് ഒത്തുകൂടാനുള്ള ഇടം എന്നിങ്ങനെ പോകുന്നു അവ. ചില നടുമുറ്റങ്ങളിൽ മനോഹരമായ ഉദ്യാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. രാജാക്കന്മാർ താമസിച്ചിരുന്നതും ഭരണകാര്യങ്ങൾ നടത്തിയിരുന്നതും നടുമുറ്റങ്ങളോട് ചേർന്നുള്ള തളങ്ങളിലും മുറികളിലുമാണ്. അന്തഃപുര സ്ത്രീകൾക്ക് അടച്ചുകെട്ടിയ ഇടങ്ങളാണ് നൽകിയിരുന്നത്. ചടങ്ങുകളും മറ്റും വീക്ഷിക്കാൻ പുറമേ നിന്നുള്ളവർ കാണാത്ത വിധം ബാൽക്കണികളും ചന്ദ്രമഹൽ പോലെയുള്ള നിരവധി മട്ടുപ്പാവുകളും കൊട്ടാരത്തിലുണ്ട്. രാജാവും കുടുംബാംഗങ്ങളും പരിസരം വീക്ഷിച്ചിരുന്നതും വിശ്രമിച്ചിരുന്നതുമൊക്കെ ഇവിടെയാണ്. പിച്ചോള തടാകത്തിന്റെയും മലനിരകളുടെയും മറ്റും പനോരമിക് ദൃശ്യങ്ങൾ ഇവിടെ നിന്നും കാണാം. അതോടൊപ്പം ഉദയ്പൂർ നഗരവും. ഉദയ്പൂർ തടാകങ്ങളുടെയും കൊട്ടാരങ്ങളുടെയും നാടാണ്. 5 വലിയ തടാകങ്ങളുണ്ട് നഗരത്തിൽ. കുടിവെള്ളം, ജലസേചനം എന്നീ ആവശ്യങ്ങൾക്ക് വേണ്ടി കൃത്രിമമായി നിർമ്മിച്ചതാണ് ഇവയെല്ലാം. അവയിൽ ഏറ്റവും പ്രധാനം പിച്ചോള തടാകമാണ്. 14-ാം നൂറ്റാണ്ടിൽ മണ്ണുകൊണ്ട് അണകെട്ടി രൂപീകരിച്ച ജലാശയമാണിത്. നഗരത്തിലെ പ്രധാന ചരിത്ര നിർമ്മിതികളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ തടാകക്കരയിലാണ്. അതുകൊണ്ട് നഗരത്തെപ്പറ്റി ഒരു ഏകദേശ രൂപം ലഭിക്കാൻ ഈ തടാകത്തിലൂടെ യാത്ര ചെയ്താൽ മതിയാകും. ബോട്ട് റൈഡാണ് പിച്ചോള തടാകത്തിലെ പ്രധാന ടൂറിസ്റ്റ് ആക്ടിവിറ്റി. സമയം, സൗകര്യങ്ങൾ എന്നിവ കണക്കിലെടുത്ത് പല നിരക്കിലുള്ള ബോട്ടുകളും പാക്കേജുകളും തിരഞ്ഞെടുക്കാം. തടാകത്തിലൂടെ സാവധാനം നീങ്ങുമ്പോൾ പിച്ചോള തടാകത്തിന് ഉദയ്പൂർ നഗരത്തിലുള്ള പ്രസക്തി എന്തെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനാകും. ആരവല്ലി മലനിരകളുടെ പശ്ചാത്തലത്തിലുള്ള കരയുടെ അതിഗംഭീരമായ കാഴ്ചകൾ ഇവിടെ നിന്നും ആസ്വദിക്കാം. സായാഹ്നത്തിലും രാത്രിയിലും ഈ ദൃശ്യങ്ങൾക്കെല്ലാം വേറിട്ട മറ്റൊരു ഭാവമാണ്. സൂര്യാസ്തമനം ഇതിൽ എടുത്തു പറയേണ്ടതുണ്ട്. വൈദ്യുത വിളക്കുകൾ തെളിയുന്നതോടെ നഗരവും ഇമ്പമാർന്ന അനുഭവമാകുന്നു. ബോട്ടിലെ യാത്രക്കിടയിൽ ദ്വീപുകളിലുള്ള കൊട്ടാരങ്ങളിലും സന്ദർശനം നടത്താം. തടാകത്തിന്റെ ചുറ്റും നടപ്പാതകളും പ്രൊമനേഡുകളും പണി കഴിപ്പിച്ചിട്ടുണ്ട്. അടുത്തത് ജഗ്നിവാസ് ദ്വീപിലുള്ള ലേക്ക് പാലസ്. മേവാർ രാജാക്കന്മാർ വേനൽക്കാല വസതിയായി ഉപയോഗിച്ചിരുന്ന മനോഹര സൗധം. 1971 താജ് ഗ്രൂപ്പ് കൊട്ടാരം ഏറ്റെടുത്ത ശേഷം ഇതൊരു 5 നക്ഷത്ര ഹോട്ടലാണ്. അതിനാൽ ഹോട്ടലിൽ മുറിയെടുത്താൽ മാത്രമേ ലേക്ക് പാലസ് കാണാനാകൂ. രജപുത്ര പാരമ്പര്യം അടിസ്ഥാനമാക്കി ഒരുക്കിയിട്ടുള്ള ഹോട്ടലാണിത്. തടാകത്തിലൂടെ ബോട്ടിൽ വന്നിറങ്ങുമ്പോൾ ലഭിക്കുന്ന സ്വീകരണത്തിൽ നിന്ന് തന്നെ അത് ആരംഭിക്കും. കൊട്ടാരം അതേപടി നിലനിർത്തിയിട്ടുള്ളതിനാൽ ഉൾവശത്തെല്ലാം കൊട്ടാരത്തിന്റെ പ്രൗഢി പ്രകടമാണ്. ഇടനാഴികളിലും ഹാളുകളിലും മുറികളിലും വരെയുണ്ട് രജപുത്ര അലങ്കാരങ്ങളുടെ ധാരാളിത്തം. വാതിലുകളും ജനാലകളും കട്ടിലും മറ്റു ഫർണിച്ചറുകളുമെല്ലാം രാജഭരണകാലത്തിന്റെ ഓർമ്മകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു. കൊട്ടാരത്തിലെ ഒരതിഥി എന്ന തോന്നലാകും നിങ്ങൾക്ക് ഇതിനുള്ളിൽ ഉണ്ടാവുക. അതോടൊപ്പം പിച്ചോള തടാകത്തിന്റെയും മലനിരകളുടെയും കാഴ്ചകളും ഇവിടെ നിന്നും ആസ്വദിക്കാം. 3 റെസ്റ്റോറന്റുകളാണ് ലേക്ക് പാലസ് ഹോട്ടലിലുള്ളത്. സ്ഥാനം കൊണ്ടും വിളമ്പുന്ന വിഭവങ്ങൾ കൊണ്ടും ഇതിൽ ഓരോ റെസ്റ്റോറന്റും വേറിട്ട് നിൽക്കുന്നു.
രാജസ്ഥാനി കലാപരിപാടികളാണ് ലേക്ക് പാലസിൽ ആകർഷകമാകുന്ന മറ്റൊരനുഭവം. തദ്ദേശീയരായ കലാകാരന്മാരാണ് നൃത്ത സംഗീത പ്രകടനങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. തടാകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സന്ദർശിക്കാനാവുന്ന ജഗ്മന്ദിർ പാലസ് ആണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. പിച്ചോള തടാകത്തിലെ ജഗ്മന്ദിർ ദ്വീപിൽ പണി കഴിപ്പിച്ചിട്ടുള്ള സമ്മർ പാലസ് ആണിത്. എന്നാൽ മേവാർ രാജ്യത്തേക്ക് അഭയാർത്ഥികളായി എത്തിയ പ്രമുഖരെ പാർപ്പിച്ച ഇടം എന്ന നിലയിലാണ് കൊട്ടാരം കൂടുതൽ പ്രസിദ്ധം. അതിലൊരാളാണ് അച്ഛൻ ജഹാംഗീറുമായി അധികാര തർക്കത്തിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് പലായനം ചെയ്യേണ്ടി വന്ന ഷാജഹാൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ധാരാളം ബ്രിട്ടീഷുകാർ കുടുംബവുമായി ഇവിടെ ഒളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഉദയ്പൂർ രാജകുടുംബം വകയാണ് കൊട്ടാരം. വാണിജ്യ ആവശ്യങ്ങൾക്ക് നൽകി പാലസിൽ നിന്നും നല്ല വരുമാനം കുടുംബം കണ്ടെത്തുന്നുണ്ട്. തടാകത്തിലൂടെ ബോട്ടിൽ സഞ്ചരിച്ച് വേണം കൊട്ടാരത്തിലെത്താൻ. ടൂറിസ്റ്റുകൾക്ക് പ്രവേശനം സ്വകാര്യ ചടങ്ങുകൾ നടക്കുന്നില്ലെങ്കിൽ മാത്രവും. മുഗൾ രാജസ്ഥാനി ശൈലികൾ കൂട്ടിയിണക്കി നിർമ്മിച്ചിട്ടുള്ള കൊട്ടാര മന്ദിരം, ഗാർഡൻ എന്നിവയാണ് ഇവിടെ പ്രധാന കാഴ്ച. ഗുൽമഹലാണ് കൊട്ടാരത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗം. മുഗൾ ശൈലിയിലുള്ള മകുടങ്ങൾ അലങ്കരിക്കുന്ന ഗുൽമഹലിലായിരുന്നു ഷാജഹാൻ കഴിഞ്ഞിരുന്നത്. ഈ ഡിസൈൻ താജ്മഹൽ നിർമ്മിക്കുമ്പോൾ ഷാജഹാന് പ്രചോദനമായിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. പൂച്ചെടികളും പുൽത്തകിടികളും ഫൗണ്ടനുകളും ചേർത്ത് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുള്ള ഗാർഡൻ രസമുള്ള കാഴ്ചയാണ്. ഇടയ്ക്കിടെ രജപുത്ര ശൈലിയിലുള്ള മകുടങ്ങളും കാണാം. രാജകുടുംബം വളരെ വൃത്തിയോടെയും ഭംഗിയോടെയുമാണ് കൊട്ടാരവും ഗാർഡനും സൂക്ഷിക്കുന്നത്. കൊട്ടാരത്തിൽ ഒരു ഭാഗത്ത് റെസ്റ്റോറന്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നിന്നും ബിയർ, രാജസ്ഥാനി നാടൻ വിഭവങ്ങൾ എന്നിവയൊക്കെ ആസ്വദിക്കാം. ഒരു മ്യൂസിയമാണ് കൊട്ടാരത്തിലെ മറ്റൊരു കാഴ്ച. രാജഭരണകാലത്തെ പലതരം ഉപകരണങ്ങൾ, കലാസൃഷ്ടികൾ, രേഖകൾ എന്നിവയൊക്കെ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇനി നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രം കാണാനാണ് നാം പോകുന്നത്. ജഗദീഷ് ടെമ്പിൾ. 3.5 നൂറ്റാണ്ട് മുമ്പ് പണികഴിപ്പിച്ച ആരാധനാലയം. പൂർണ്ണമായും മാർബിളിൽ നിർമ്മിച്ചിരിക്കുന്നുവെന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ മുഖ്യ സവിശേഷത. ക്ഷേത്രത്തിലേക്കുള്ള 32 കൽപ്പടവുകൾ പോലും മാർബിളിലാണ്. പടവുകളുടെ വശങ്ങളിൽ കാവലെന്നോണം 2 ഗജപ്രതിമകളുണ്ട്. നഗരത്തിൽ ഇടുങ്ങിയ തെരുവുകൾ സമ്മേളിക്കുന്ന ഭാഗത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സിറ്റി പാലസിന്റെ ഒരു കോണിലായുള്ള സ്ഥാനം. ഇൻഡോ ആര്യൻ ആർക്കിടെക്ചർ അനുസരിച്ച് രൂപകൽപ്പന ചെയ്തിട്ടുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. നിറഞ്ഞു നിൽക്കുന്ന കൊത്തുപണികൾ ഇവിടെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാകുന്നു. ക്ഷേത്രത്തിന്റെ എല്ലാ വശങ്ങളും സൂക്ഷ്മമായ അലങ്കാര പണികളാൽ നിറഞ്ഞിരിക്കുകയാണ്. പല പാറ്റേണിൽ പല നിലകളിലായി അതങ്ങനെ ഉയർന്നു പോകുന്നു. കൊത്തുപണികൾ അമ്പരപ്പിക്കുന്ന കാഴ്ചയാകുന്നത് ക്ഷേത്ര ശ്രീകോവിലിന്റെ മുകളിലെ ഗോപുരത്തിലാണ്. 90 അടിയോളം ഉയരമുള്ള ഗോപുരത്തിൽ 1 ഇഞ്ച് പോലുമില്ല അലങ്കാരങ്ങളില്ലാത്തതായിട്ട്. ക്ഷേത്രത്തിലെത്തുമ്പോൾ നിശ്ചയമായും സമീപത്തെ ജഗദീഷ് ചൌക്ക് എന്ന സ്ട്രീറ്റിലും കൂടി സന്ദർശനം നടത്തണം. ടൂറിസ്റ്റുകളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ധാരാളം സുവനീർ ഷോപ്പുകൾ ഇവിടെയുണ്ട്. ഒട്ടകത്തോൽ കൊണ്ട് നിർമ്മിക്കുന്ന രാജസ്ഥാനി ഡയറി ഇവിടെ വാങ്ങാൻ കിട്ടുന്ന വ്യത്യസ്തമായ വസ്തുവാണ്. ഉപയോഗത്തിനപ്പുറം രാജസ്ഥാനി പാരമ്പര്യം പ്രകടമാകുന്ന ഒരു സുവനീറാണിത്.
ഡയറി നിർമ്മിക്കുന്ന രീതിയും ഇവിടെ ലൈവായി കാണാം. നിറപ്പകിട്ടാർന്ന രാജസ്ഥാനി വസ്ത്രങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയും ജഗദീഷ് ചൗക്കിൽ വാങ്ങാൻ കിട്ടും. സജ്ജൻഘട്ട് പാലസ് അല്ലെങ്കിൽ മൺസൂൺ പാലസ് 19-ാം നൂറ്റാണ്ടിൽ രാജാവ് സജ്ജൻ സിംഗ് പണി കഴിപ്പിച്ച കൊട്ടാരം. തുടങ്ങിവെച്ചത് അദ്ദേഹമാണെങ്കിലും പൂർത്തിയാക്കിയത് ഫത്തേ സിംഗ് ആയിരുന്നു. ഈ കൊട്ടാരത്തിന്റെ മുഖ്യ സവിശേഷത നഗരത്തിൽ നിന്നും അല്പം മാറി ബൻസ്താര കുന്നിന്റെ ഉച്ചിയിലുള്ള സ്ഥാനമാണ്. സമീപ പ്രദേശങ്ങളുടെ വിശാല വീക്ഷണ സാധ്യമാകുന്ന പ്രദേശം. ആരവല്ലി കുന്നുകൾ ഉയർന്നു നിൽക്കുന്ന ഉദയ്പൂർ മേഖലയുടെ ഭൂപ്രകൃതി രസകരമായൊരു കാഴ്ച തന്നെയാണ്. കൊട്ടാരങ്ങളും തടാകങ്ങളും ഉൾപ്പെടുന്ന നഗരവും ഇവിടെ നിന്ന് നോക്കുമ്പോൾ പൂർണ്ണമായും കാണാം. സൂര്യാസ്തമയ കാഴ്ചകളാണ് മൺസൂൺ പാലസിനെ ആകർഷകമാക്കുന്ന മറ്റൊരനുഭവം. മലനിരകൾക്കിടയിലേക്ക് ചുവന്ന സൂര്യൻ താഴ്ന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ കാണാൻ നൂറുകണക്കിന് സഞ്ചാരികളാണ് സായാഹ്നത്തിൽ ഇവിടേക്ക് എത്തുക. താഴ്വാരത്തിൽ നിന്നും റോഡ് മാർഗം കൊട്ടാരത്തിലെത്താം. പോരുന്ന വഴിയിൽ കുറ്റിക്കാടുകൾ നിറഞ്ഞ വരണ്ട രാജസ്ഥാൻ ഭൂപ്രകൃതിയുടെ കാഴ്ചകൾ കാണാം. ഇവിടെ രാജാവ് സജ്ജൻ സിംഗ് യഥാർത്ഥത്തിൽ ഒരു വാന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കാനായിരുന്നു ലക്ഷ്യമിട്ടത്. കൂടാതെ രാജകുടുംബം ഹണ്ടിംഗ് ലോഡ്ജായും കൊട്ടാരത്തെ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ കൊട്ടാരത്തിന് ചുറ്റുമായി ഒരു വന്യമൃഗ സംരക്ഷണ കേന്ദ്രവുമുണ്ട്. ഇനി പോകേണ്ടത് ഒരു ലൈവ് മ്യൂസിയത്തിലേക്കാണ്. ശില്പഗ്രാം. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ സംസ്കാരം അവതരിപ്പിക്കുന്ന പ്രദർശനം. ഉൾനാടൻ ഗ്രാമങ്ങളിലെ പാതകൾ, കെട്ടിടങ്ങൾ, തൊഴിലുകൾ, കലകൾ എന്നിവയെല്ലാം തനതു രൂപത്തിൽ മ്യൂസിയത്തിൽ ഒരുക്കിയിരിക്കുന്നു. ഓരോ പ്രദേശത്തെയും അടയാളപ്പെടുത്തുന്ന നിർമ്മിതികൾ പൊളിച്ചു കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. സമ്പന്നരുടെയും സാധാരണക്കാരായ കർഷകരുടെയും ഒക്കെ ഭവനങ്ങൾ മ്യൂസിയത്തിൽ കാണാം. മണ്ണുകൊണ്ട് നിർമ്മിച്ച് മാവ് ഉപയോഗിച്ച് അലങ്കാരപ്പണികൾ ചെയ്തിട്ടുള്ള വീടുകൾ പുറംനാട്ടുകാർക്ക് ഒരു പുതിയ കാഴ്ച തന്നെയായിരിക്കും. ലളിതമാണ് സാധാരണക്കാരുടെ വീടുകൾ. അലങ്കാരങ്ങൾ പോലും വളരെ കുറച്ചു മാത്രം. എന്നാൽ സമ്പന്നരുടെ വീടുകളിലേക്ക് എത്തുമ്പോൾ പ്രൗഢിയും ഭംഗിയും കൂടും. ഗ്രാമങ്ങളിലെ പോലീസ് സ്റ്റേഷൻ, കച്ചവട സ്ഥാപനങ്ങൾ, കവലകൾ എന്നിവയൊക്കെ ഇവിടെ അതേ രൂപത്തിൽ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. അതാത് നാടുകളിലെത്തിയ പ്രതീതിയാകും മ്യൂസിയത്തിലൂടെ നടക്കുമ്പോൾ ഉണ്ടാവുക. ഇനിയുള്ളത് നാടൻ കലകളാണ്. നിരവധി കലാകാരന്മാരാണ് പലയിടങ്ങളിലായി പെർഫോമൻസുകൾ നടത്തുന്നത്. ഓരോ നാടിന്റെയും സംസ്കാരവും പാരമ്പര്യവും കലാപ്രകടനങ്ങളിലൂടെ നമുക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നു. പല നാടുകളിൽ നിന്നും എത്തുന്ന കലാകാരന്മാർ ഇവിടെ താമസിച്ച് തങ്ങളുടെ കലകൾ സന്ദർശകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതാണ് പതിവ്. പലതരം നാടൻ തൊഴിലുകളാണ് മറ്റൊരു വിഭാഗത്തിൽ. കുശവന്മാർ, കൊല്ലന്മാർ എന്നിങ്ങനെ വിവിധ വിഭാഗക്കാരുടെ തൊഴിൽ രീതികളും സാമൂഹ്യ ഘടനയും ഇവിടെ കണ്ടറിയാനാകും. ഇവർ ലൈവായി നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും ചെയ്യാം. നാടൻ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ഒരു മാർക്കറ്റും ശില്പഗ്രാമിലുണ്ട്. ഗ്രാമങ്ങളിലെ നാട്ടുചന്തകളുടെ രൂപവും ഭാവവുമാണ് മാർക്കറ്റിന് നൽകിയിട്ടുള്ളത്. പ്രാദേശിക വിഭവങ്ങൾ വിൽക്കുന്ന ഫുഡ് കോർട്ടാണ് സന്ദർശകരെ ശില്പഗ്രാമിൽ ആകർഷിക്കുന്ന മറ്റൊരു വിഭാഗം. തനതു പാചകരീതികൾ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യുന്നതും ഇവിടെയൊരു കാഴ്ചയാവുന്നു. ഇന്ത്യയിലെ ലോകപ്രസിദ്ധ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായ ഉദയ്പൂരിന്റെ കാഴ്ചകളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു വന്നത്.
വിദേശികൾ ധാരാളമായി എത്തുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇവിടം. സമ്പന്നരായ വ്യക്തികളും ഒഴിവുകാലം ചിലവിടാനെത്തുന്ന നഗരം. അതിമനോഹരമായ ഭൂപ്രകൃതിയും സാംസ്കാരിക നേട്ടങ്ങളുമാണ് ഉദയ്പൂരിന്റെ പ്രധാന സവിശേഷതകൾ. ഒരു ഇന്ത്യൻ നഗരത്തെ എങ്ങനെ മികച്ച ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കാം എന്നറിയാൻ ഈ നഗരം വിശദമായി ഒന്ന് കണ്ടാൽ മതി.